എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെന്റിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ +1 അലോട്ട്മെന്റ് ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള +1 അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ചു. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, ഹൗ ടു ചെക്ക് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 അലോട്ട്മെൻറ്റ് 2025 +1 അലോട്ട്മെൻറ്റ് ഏകജാലക പ്രവേശന സംവിധാനം സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി SWS സിസ്റ്റം വഴി അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, ഈ 3 സാധനങ്ങളും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പരിശോധിക്കാം. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനി സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് സീറ്റ് ലഭിച്ചിട്ടും കാര്യമൊന്നുമില്ല. അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് DGE ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുക മാത്രമാണ് ഈ അലോട്ട്മെൻറ്റ് ചെയ്യുന്നത്. എന്തായാലും തീർച്ചയായും നമുക്ക് അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സ്കൂളുകളിലെത്തി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കരീം, ദ ഫൗണ്ടർ ഓഫ് കരീം ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.